പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികളടക്കമുള്ളവർ പീഡനത്തിന് ഇരയാക്കിയതായി കേസ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന് പോലീസ് പറയുന്നു. കേസിൽ ഒരു പെൺകുട്ടിയടക്കം 10 പ്രതികളുണ്ട്. പ്രായപൂർത്തിയായ 2 പേരും പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. കേസിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുവെങ്കിലും പിന്നീട് വിട്ടയച്ചു. പെൺകുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ മെയ് മാസമായിരുന്നു സംഭവം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുകാരിയെയാണ് 10 പേർ ചേർന്ന് പലതവണ പീഡിപ്പിച്ചത്. സ്കൂളിലെ ശുചിമുറിയിലും സംഭവത്തിൽ പ്രതിയാക്കപ്പെട്ട മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിലും എത്തിച്ചായിരുന്നു പീഡനം. പ്രതിപട്ടികയിൽ ഉള്ളവരിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിനിടെ ചൈൽഡ് ലൈൻ അധികൃതരോടാണ് പീഡന വിവരം പെൺകുട്ടി തുറന്നു പറഞ്ഞത്. സഹപാഠികൾ പെൺകുട്ടിയെ ഒരുമിച്ച് പീഡനത്തിനിരയാക്കിയതായും പോലീസിന് വിവരം ലഭിച്ചു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചത്. സംഭവത്തിൽ പ്രായപൂർത്തിയായ 2 പേർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടിയെ സഹപാഠികൾക്ക് പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്ത മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. 6 പേരെ കൂടുതൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. മൊഴികളും സാഹചര്യങ്ങളും തമ്മിൽ ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷമായിരിക്കും അറസ്റ്റ്. ചോദ്യം ചെയ്ത 2 പേർ പ്രായപൂർത്തിയായവരാണ്. ഇതിൽ ഒരാൾ നേരത്തെ പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 50-ലധികം പേർ ചേർന്ന് പീഡിപ്പിച്ച കേസിലും പ്രതിയാണ്. 1.5 വർഷം മുൻപ് നടന്ന ആ പീഡനവുമായി കൂടുതൽ സംഭവത്തിന് ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും. പ്രതികളെന്ന് സംശയിക്കുന്നവർ നിരീക്ഷണത്തിലാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.